ഇന്ന് നമുക്ക് നാടൻ വിഭവമായ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള ഈ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഒരിക്കലുണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. ഇതാണ് ആ ഒഴിച്ചു കയറി വയ്ക്കുന്ന മാങ്ങ. ഇത് അല്പം വലുതാണ്, ചെറിയ സൈസും കാണും. നല്ല പുളിപ്പുള്ളത് അതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് അല്പം വലിയ മാങ്ങയാണ്. നന്നായി കഴുകിയ ശേഷം അതിൻ്റെ തോടൊക്കെ ഉരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 പച്ചമുളക് കീറിയിട്ടതും ഒരു 3-4 കറിവേപ്പിലയും കൂടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പീസ് ശർക്കര പിന്നെ 1.5 കപ്പ് വെള്ളം ഒഴിക്കണേ. നന്നായി മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്ത് കഴിയും. അടച്ചു വയ്ക്കണേ. ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഇനി അടുത്തത് തൈര് റെഡിയാക്കി വയ്ക്കുക. ഒരു 1/2 കപ്പ് തൈര്, കട്ട തൈരായിരിക്കണം, നന്നായിട്ട് ഉടച്ചതായിരിക്കണം. ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇപ്പം മാങ്ങ വെന്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് എടുത്ത് കാണും. അപ്പം നമുക്കതിലേക്ക് അരപ്പൊഴിക്കാം. മാങ്ങയ്ക്ക് കറയുള്ളതുകൊണ്ടാണ് ആ വെള്ളത്തിന് ചെറിയൊരു കളർ വ്യത്യാസം, അതങ്ങ് മാറിക്കോളും. ഇനി ഈ അരപ്പൊന്ന് തിളയ്ക്കണം. അടച്ച് വെച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരല്പം ചൂട് മാറിയതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നും കടുവറുത്തിടാവുന്നതേ ഉള്ളൂ. നമ്മുടെ സർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇനി ഒരു ചെറിയ പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇടണേ. എനിക്ക് വീഡിയോ അത് കിട്ടിയില്ല. 2 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 മുളക്, ചുമന്ന മുളക് അത് കീറിയിട്ട് ആ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിതിനെ അതിലേക്ക് ഒഴിക്കാം. കടുവറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വയ്ക്കണേ. ഒരു 2 മിനിറ്റ്. അപ്പം അതിൻ്റെ മണമൊക്കെ അതിലേക്ക് നന്നായിട്ട് വരും. ഇപ്പോൾ ദേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിനെ നമ്മൾ ചൂട് ചോറിനൊപ്പം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ഇടാൻ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടാലും മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.